അപ്പോൾ ഇതൊരു വിചിത്ര സിൽക്കിൻ്റെ പ്ലെയിൻ സാരിയാണ്. വെറും പ്ലെയിൻ അല്ല, ചെറുതായിട്ട് ഗോൾഡൻ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ വെറും 400 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഓണത്തിനായിട്ട് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഒരു ക്രീം സാരി വേണമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ പ്ലെയിൻ സാരി തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ ലേസാണ്. അപ്പം ഇത് നല്ലൊരു ലേസായിരുന്നേ. അപ്പോൾ ഈ ലേസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതും കൂടെ ഈ ഫുൾ റോള് ഞാൻ അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ബ്ലൗസ് പീസിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ കൊടുത്ത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുത്തിരിക്കുവാണേ. അപ്പോൾ ഇത് ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഓർഗാൻസയുടെ മെറ്റീരിയലാണ്. അതിൽ സീക്വൻസും ത്രെഡ് വർക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയലും കൂടെ ഞാൻ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. അപ്പോൾ ക്രീം കളറിൽ അത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിററും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള മിററാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ മുമ്പ് ഇതുപോലെ ഏതെങ്കിലും ഒരു സാരി എടുത്ത് ചെറുതായിട്ട് വർക്ക് ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തിൽ ഈ ഒരു മിററും ഉണ്ടായിരുന്നു. പക്ഷേ സാരി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാരി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് ഫുള്ളും ഒട്ടിച്ച് കൊടുത്തിരിക്കുവാണേ. അപ്പോൾ ഈ ക്രീം കളറിൽ ആ ബോട്ടിൽ ഗ്രീൻ ഒരു ബ്ലൗസ് മെറ്റീരിയൽ കൊടുത്തപ്പോഴും നല്ല മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലാസ് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് എടുക്കുവാണ്. പിന്നെ ഈ ഒരു ഗ്ലൂ B7000 ഗ്ലൂ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എത്ര നമ്മൾ വാഷ് ചെയ്താലും എടുത്താലും ഒന്നും പെട്ടെന്നൊന്നും പോവില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ പല്ലൂലെ 2 സൈഡിലും കൂടിയാണ് ഈ ഒരു ഗ്രീൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നെക്ക് പോർഷനിൽ ചെറുതായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിത് ഓണത്തിനായിട്ട് ചെയ്തെടുത്തതാണ്. സാധാരണ അങ്ങനെ ഓണത്തിനൊന്നും എടുക്കാറില്ല. അപ്പോൾ ഈ വർഷം ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ പള്ളി പെരുന്നാൾ വന്നു August 15. അപ്പോൾ ആ പെരുന്നാൾ വന്നപ്പോൾ ഞാൻ അതെടുത്തങ്ങ് ഉടുത്തു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഫോട്ടോഷൂട്ട് ആവാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാരിയുടെ പല്ലുടെ അറ്റത്തൊക്കെ ഞാൻ ഗോൾഡൻ കുഞ്ചലവും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൗസ് മെറ്റീരിയലും കുറച്ച് മിറർ വർക്കും പിന്നെ സാരി ഫോളും വെച്ചിട്ടുണ്ട്. സാരി ഫോൾ മസ്റ്റാണല്ലോ. അങ്ങനെ എല്ലാം കൂടി ആയപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടാൽ 400 രൂപയുടെ സാരി എന്ന് ആരും പറയത്തില്ല. അതേപോലെ ഈ ബ്ലൗസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താണെന്നും പറയത്തില്ല. സാരി ഡൈ ചെയ്തതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.